2020 ലോകകപ്പിൽ വെസ്റ്റ് ഇൻഡീസിനെ മറികടന്ന ഇന്ത്യ സെമി ഫൈനൽ ടിക്കറ്റ് നേടിയെടുത്തിരിക്കുകയാണ്. സൂപ്പർ 8ലെ നിർണായക മത്സരത്തിൽ 5 വിക്കറ്റിന്റെ വിജയത്തോടെ ഇന്ത്യ സെമി ഉറപ്പിച്ചപ്പോൾ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ ഉയർന്നു കേട്ടത് ഒരേ ഒരു പേരാണ്. അത് മലയാളി താരം സഞ്ജു സാംസണിൻ്റെതാണ്. ഒന്ന് പിഴച്ചപ്പോൾ വിമർശനങ്ങളുടെ ക്രൂശിൽ കയറ്റിയവർക്ക് മുന്നിൽ വിജയച്ചിരിയുടെ മുട്ടുകുത്തി നിന്ന് മുകളിലേക്ക് കൈകൾ ഉയർത്തി സഞ്ജു സാംസൺ തൊഴുതു നിന്നപ്പോൾ എല്ലാവർക്കുമുള്ള മറുപടിയായി അത് മാറി. ഇന്ത്യയെ ഒറ്റയ്ക്ക് സെമി ഫൈനലിലേക്ക് കൈപിടിച്ചുയർത്തിയപ്പോഴും അമിതാഘോഷമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സഞ്ജുവിനെയാണ് കൊൽക്കത്തയിൽ കാണാനായത്. ഒരു മോശം പരമ്പരയുടെ പേരിൽ വളരെയധികം ക്രൂശിക്കപ്പെട്ട താരമാണ് സഞ്ജു. ന്യൂസിലാൻഡിനെതിരായ 2020 പരമ്പരയിൽ സ്വന്തം നാട്ടിൽ പോലും മികവ് കാട്ടാൻ സാധിക്കാതെ പോയതോടെ സഞ്ജുവിനെ എഴുതി തള്ളാൻ തിരക്ക് കൂട്ടിയവരായിരുന്നു ഏറെയും. എന്നാൽ സഞ്ജുവിന്റെ പ്രതിഭയിൽ വിശ്വാസമുള്ള വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് അന്ന് സഞ്ജുവിനെ പിന്തുണച്ച് രംഗത്ത് വന്നത്. ഏതൊരു താരത്തെ സംബന്ധിച്ചും ഇത്തരമൊരു തിരിച്ചുവരവ് വളരെ പ്രയാസം തന്നെയാണ്. മത്സരശേഷം പാർത്ഥിവ് പട്ടേലുമായി ജിയോ ഹോട്ട്സ്റ്റാറിൽ നടത്തിയ അഭിമുഖത്തിൽ സഞ്ജു സാംസൺ കിവീസ് പരമ്പരയ്ക്ക് ശേഷം സംഭവിച്ച മാനസികാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. വളരെ പ്രത്യേകതയുള്ള നിമിഷമാണിത്. ഞാനൊരു കടുത്ത വിശ്വാസിയാണ്, എന്നാൽ അത് വ്യക്തിപരമായി വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് എന്നെ സംബന്ധിച്ച് എന്നും സവിശേഷമായ നിമിഷമാണ്. ഇത് അല്പം പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ബാറ്റിംഗ് കരുത്ത് നോക്കുമ്പോൾ ഈഡൻ ഗാർഡൻസിൽ 190 റൺസ് പിന്തുടർന്ന് ജയിക്കാവുന്ന റൺസാണ്. മഞ്ഞുവീഴ്ച ഉണ്ടായതോടെ കാര്യങ്ങൾ അല്പം എളുപ്പമായി. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നഷ്ടമായത് അല്പം വെല്ലുവിളി ഉയർത്തി. സത്യസന്ധമായി പറഞ്ഞാൽ എൻ്റെ അനുഭവ സമ്പത്താണ് കരുത്തായത്. മത്സരത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് കളിക്കാനാണ് ആഗ്രഹിച്ചത്. 11-12 വർഷത്തോളമായി IPLന്റെ ഭാഗമാണ്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉൾപ്പെടെയുള്ള ഇതിഹാസ താരങ്ങൾ മത്സരങ്ങൾ ഫിനിഷ് ചെയ്തത് പലവട്ടം ഞാൻ സാക്ഷിയായിട്ടുണ്ട്. എൻ്റെ റോളിനനുസരിച്ച് കളിക്കണം. ചില മത്സരങ്ങളിൽ ആദ്യ പന്ത് മുതൽ അടിച്ചു കളിച്ച് മികച്ച തുടക്കം നൽകണം. ചില സമയത്ത് ഇത്തരം ഇന്നിങ്സും കളിക്കണം. അധികം സാഹസം കാട്ടാതെ ബൗണ്ടറികൾക്കായാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ശ്രമിച്ചത്. ന്യൂസിലാൻഡിനെതിരെ പ്രതീക്ഷ പ്രകടനം നടത്താതെ വന്നപ്പോൾ വലിയ വിമർശനം ഉയർന്നു. ആ സാഹചര്യത്തിൽ ഫോണും സമൂഹ മാധ്യമങ്ങളും എല്ലാം ഉപേക്ഷിച്ച് വേണ്ടപ്പെട്ടവരോടൊപ്പം സന്തോഷിക്കാനാണ് ശ്രമിച്ചത്. കഠിനാധ്വാനത്തിന് ഇപ്പോൾ ഫലം ലഭിച്ചിരിക്കുകയാണെന്ന് സഞ്ജു പറഞ്ഞു. മത്സരത്തിലെ താരമായ ശേഷം സഞ്ജു സാംസൺ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. ഇത് എനിക്ക് ലോകത്തോളം വലിയ വിജയമാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്ത്യക്കായി കളിക്കണമെന്ന് ആഗ്രഹിച്ചത് മുതൽ സ്വപ്നം കണ്ടിരുന്നത് ഈ ഒരു നിമിഷത്തിനായാണ്. ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. വളരെയധികം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ സവിശേഷമായ യാത്രയാണ് എൻ്റേത്. പലപ്പോഴും ഞാൻ എന്നെ തന്നെ സംശയിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് അതിന് സാധിക്കുമോ, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നെല്ലാം ഞാൻ ചിന്തിക്കുമായിരുന്നു. എന്നാൽ ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചു. ഇന്ന് എന്നെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കളിയിലെ താരമായ പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് സഞ്ജു ഇങ്ങനെ പ്രതികരിച്ചു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.